നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 12-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് SIRുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും 2026 ഏപ്രിൽ 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള മികച്ച അവസരമാണിത്. കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ എടുക്കണം. ഇപ്പോൾ തന്നെ സൈറ്റുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവസാന നിമിഷം വരെ കാത്തുനിന്നാൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയാതെ വരും. സമയം കഴിഞ്ഞതിന് ശേഷം ആരെയും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. 2008 ഏപ്രിൽ 1 മുൻപ് ജനിച്ച എല്ലാ കുട്ടികളുടെയും പേരുകൾ പട്ടികയിലുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് അപേക്ഷകന്റെ ഫോട്ടോ, SSLC ബുക്ക്, ആധാർ കാർഡ് എന്നിവ നിർബന്ധമാണ്. കൂടാതെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ 2002 SIR പട്ടികയിൽ ഉൾപ്പെട്ടതിൻ്റെ രേഖയും വീട്ടിലെ ഒരംഗത്തിൻ്റെ വോട്ടർ ID നമ്പറും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. വോട്ട് ചേർക്കുക എന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ആവശ്യമാണെന്ന തെറ്റിദ്ധാരണ അത് പലർക്കുമുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശവും ആവശ്യവുമാണ്. മറ്റൊരു പ്രധാന കാര്യം, പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ നിയമസഭാ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതരുത്. ഈ രണ്ട് ലിസ്റ്റുകളും വ്യത്യസ്തമാണ്. അതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ BLOയെ ബന്ധപ്പെട്ട് കരട് പട്ടിക പരിശോധിക്കുകയും ലിസ്റ്റിൽ പേരില്ലെങ്കിൽ പുതിയ അപേക്ഷ നൽകുകയും ചെയ്യുക. 18 വയസ്സ് തികയുന്നവർ മാത്രമല്ല, ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റ് ആളുകളും ഉടൻ അപേക്ഷിക്കണം. ഓരോ ദിവസം കഴിയും തോറും അപേക്ഷകരുടെ എണ്ണം കൂടുന്നതിനാൽ തന്നെ ഇന്ന് തന്നെ ഇതിനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ വരാനിരിക്കുന്നത് കൂട്ട അവധി. ബാങ്കുകൾ തുടർച്ചയായ 4 ദിവസം അടഞ്ഞുകിടക്കും. ഈ സമയം ആവശ്യത്തിന് പണം കയ്യിൽ കരുതാത്തവർ പെട്ടുപോകും. ശനി, ഞായർ, പൊതു അവധി, സമരം എന്നിവയാണ് 4 ദിവസം തുടർച്ചയായിട്ട് ബാങ്കുകൾ അടഞ്ഞുകിടക്കാനായിട്ട് കാരണം. ഇതിൽ 2 ദിവസം എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്നതും എടുത്തു പറയണം. ജനുവരി അവസാന വാരത്തിലാണ് 4 അവധി തുടർച്ചയായിട്ട് വരുന്നത്. ജനുവരി 24 4-ാം ശനിയാഴ്ചയാണ്. 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ്. തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ജനുവരി 25 ഞായറാഴ്ചയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പൊതു അവധിയാണ്. ജനുവരി 27 ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകുന്ന ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്, പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള ടാറ്റ, AIG, ബജാജ് അലയൻസ് എന്നിവയുമായിട്ട് ചേർന്നാണ് ഈ സേവനം പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നത്. പ്രധാനമായിട്ടും 2 പ്ലാനുകളാണ് ഈ പദ്ധതിയിലുള്ളത്. 399 രൂപയുടെ ഒരു പ്ലാനും 299 രൂപയുടെ മറ്റൊരു പ്ലാനും. ഇതാകട്ടെ 1 വർഷത്തേക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് 2 പ്ലാനുകളും വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും അവ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത, അപകടം മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യമൊക്കെ തന്നെ സംഭവിക്കുകയോ ചെയ്താൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്നതാണ്. കൂടാതെ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നാൽ ഇൻ പേഷ്യൻ്റ് വിഭാഗത്തിൽ 60,000 രൂപ വരെയും OP വിഭാഗത്തിൽ 30,000 രൂപ വരെയും ചികിത്സാ ചെലവുകൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. ചികിത്സാ കാലയളവിൽ ആശുപത്രിയിലെ നിത്യചെലവിനായിട്ട് പ്രതിദിനം 1000 രൂപ വീതം പരമാവധി 10 ദിവസത്തേക്ക് ലഭിക്കുമെന്നതും ഈ പദ്ധതിയുടെ വലിയൊരു സഹായമാണ്. ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് അപകടം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ പരമാവധി 2 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് നിശ്ചിത തുക നൽകുന്ന വ്യവസ്ഥയും ഇതിലുണ്ട്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഇതിനായി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ആധാർ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുതിയ അക്കൗണ്ട് ആരംഭിക്കാനും ഒപ്പം തന്നെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അക്കൗണ്ടിൽ ആവശ്യമായ പണമുണ്ടെങ്കിൽ അവിടെ നിന്നും നേരിട്ട് പ്രീമിയം ഈടാക്കുന്നതാണ്. എങ്കിലും ഈ പദ്ധതിയിൽ ചേരുന്നവർ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 1 വർഷം മാത്രം കാലാവധിയുള്ള പോളിസിയാണ്. അതിനാൽ തന്നെ എല്ലാ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. അപകടം മൂലമല്ലാത്ത സാധാരണ മരണങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. ബയോമെട്രിക് സംവിധാനത്തിലൂടെയോ OTP വഴിയോ വളരെ വേഗത്തിൽ ഈ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും എന്നത് സാധാരണക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന
സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ നവംബർ മാസം മുതൽ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നു. അതുപ്രകാരം പുതുക്കിയ നിരക്കായിട്ടുള്ള 2000 രൂപ വീതമായിരിക്കും ഈ മാസവും ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുക. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചില വിഭാഗം ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസം മുതൽ തടസ്സമില്ലാതെ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള തെളിയിക്കുന്നതായിട്ടുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരം ഗുണഭോക്താക്കൾ സർട്ടിഫിക്കറ്റിനൊപ്പം ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് എത്രയും വേഗം അതത് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ ഓഫീസുകളിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം സാധാരണ നിലയിൽ പെൻഷൻ വാങ്ങുന്ന മറ്റുള്ളവർക്ക് ഈ 2000 രൂപ ലഭിക്കുന്നതിനായിട്ട് നിലവിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റുകളോ മറ്റു രേഖകളോ ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ മുൻപ് തന്നെ പൂർത്തിയാക്കിയവർക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ യാതൊരു തടസ്സവും കൂടാതെ പെൻഷൻ ഈ ജനുവരി മാസവും ഫെബ്രുവരി മാസവും എല്ലാം തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റേഷൻ കടകൾ വഴി മാത്രമല്ല ആനുകൂല്യങ്ങൾ ഉള്ളത്, സപ്ലൈകോ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നടക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി APL റേഷൻ കാർഡ് ഉടമകൾക്കും ഇനി മുതൽ ആട്ട ലഭ്യമാകും. 17 രൂപ നിരക്കിലാണ് ഒരു പാക്കറ്റ് ആട്ട ലഭ്യമാകുന്നത്. ഇങ്ങനെ പരമാവധി 2 പാക്കറ്റ് ആട്ട വരെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സപ്ലൈകോ വഴി 12-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണ്ണവില ഇന്നലെ ജനുവരി 11-ാം തീയതി ഞായറാഴ്ച മാറ്റങ്ങളില്ലാതെ ഉയരത്തിൽ തന്നെ തുടരുകയാണ്. പവന് 1,03,000 രൂപ എന്ന നിലയിലും ഗ്രാമിന് 12,875 രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, അതോടൊപ്പം തന്നെ ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.